ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. മസാലയും മുട്ടയൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് കറി ഒന്നും ആവശ്യമില്ലാത്ത ഈ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വെള്ളത്തിൽ ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് മുട്ട ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കിടന്ന് തോട് പൊട്ടിപ്പോവില്ല. അതുപോലെ തന്നെ തോട് പൊളിച്ച് മാറ്റാനും എളുപ്പമാണ്. മുട്ട നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ തോടൊക്കെ മാറ്റിയിട്ട് മസാല അകത്തേക്ക് പിടിക്കാനായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് പുട്ടുപൊടി എടുക്കണം. ഞാനിവിടെ സ്റ്റീമേഡ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗോതമ്പ് പൊടിയോ റവയോ അരിപ്പൊടിയോ ഒക്കെ യൂസ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കുറേശ്ശെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് പൊടി ഒന്ന് നനച്ചെടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ, ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വീതം ഒഴിച്ചു കൊടുത്ത് പൊടി കറക്റ്റ് പരുവാകും വരെ മിക്സ് ചെയ്തെടുക്കുക. അതായത് മാവ് കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കണം. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്, ഒത്തിരി വെള്ളത്തിന്റെ അംശവും കാണരുത്. ഇനി ഞാനിത് 20 മിനിറ്റോളം അടച്ചു വെക്കുകയാണ്. പിന്നെ ഇത് സ്റ്റീമേഡ് പൊടി ആയതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഡബിൾ ചെയ്യും. കുറച്ചുകൂടി കൂടുതൽ അളവിൽ കിട്ടും. മാത്രമല്ല ഒന്ന് ഡ്രൈ ആവുകയും ചെയ്യും. അപ്പം ഞാനിത് കുറച്ചുകൂടി വെള്ളം തളിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്ക്ക് പകരം മറ്റേത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ നെയ്യാണെങ്കിൽ പുട്ടിനൊരു നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചെറുതായി അരിഞ്ഞു വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ചതച്ച് ചേർക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഇത് നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ 2 സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാമേ. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുറവാണെന്ന് തോന്നിയാൽ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു പിടി മല്ലിയില കൂടി ചേർത്തിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പതേ ഉള്ളി ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റി വരട്ടെ. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുക്കറിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. പിന്നെ വെയിറ്റ് മാറ്റിയിട്ട് വേണം വെക്കാൻ. വെള്ളം തിളയ്ക്കുന്ന ടൈം കൊണ്ട് പുട്ടുകുറ്റിയിൽ മാവ് സെറ്റ് ചെയ്യാം. ആദ്യം 1 ടേബിൾ സ്പൂണോളം നാളികേരം ചിരകിയതിട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് പുട്ടുപൊടി വെക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ സെന്ററിലായിട്ട് ഒരു മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കാം. വീണ്ടും ഇതിന്റെ മുകളിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയില കൂടി വെച്ചിട്ട് അടയ്ക്കാം. ഇനി ഈ പുട്ടുകുറ്റി കുക്കറിന് മുകളിലേക്ക് വെച്ച് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ആവി വരുന്നുണ്ട്. ഇനി പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പുട്ട് വെന്ത് ആവി വരും. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ മസാലയുടെയും പുട്ടുപൊടിയുടെയും മല്ലിയിലയുടെയും മുട്ടയുടെയും എല്ലാം കൂടി നല്ലൊരു മണം ഉണ്ടാകും.
ബാക്കിയുള്ള മാവ് കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മസാലപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കും പോലെ പുട്ടും മുട്ട റോസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ രുചി ഇങ്ങനെ ഒരുമിച്ച് മാവിൻ്റെ കൂടെ ഫില്ല് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ പുട്ടും എഗ് റോസ്റ്റും കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. പിന്നെ റെസിപ്പിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. Till then, this is Reshma signing off. Thank you for watching. God bless and love you all.